ഈ പ്രപഞ്ചത്തെ മുഴുവനും കൽപ്പന ചെയ്ത് രൂപഭംഗിയോടുകൂടി ദൈവം സൃഷ്ടിക്കുന്നതാണ് ആദ്യ അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. മനോഹരമായ ലോകസൃഷ്ടി, ഇല്ലായ്മയിൽ നിന്നുള്ള ദൈവത്തിന്റെ സൃഷ്ടിമായി സൃഷ്ടിച്ച് അവരെ ഭാര്യയും ഭർത്താവുമായിട്ട് സങ്കല്പിച്ച് അവരെ പരസ്പരം ചേർത്ത് അവർക്ക് പരസ്പരം നൽകി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആദത്തിന് വേണ്ടിയിട്ട് ഹവ്വായെയും ഹവ്വായ്ക്ക് വേണ്ടി ആദത്തിനെയും പരസ്പരം ദൈവം കൈമാറി നൽകുകയാണ്. ഓരോ വിവാഹവും ദൈവത്തിന്റെ വത്സലയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു കൂദാശ എന്ന് നാം പറയുന്നത്. പൗത്രീകരിക്കുന്ന എല്ലാ കർമ്മങ്ങളും കൂദാശയാണ്. മനുഷ്യനെ പൗത്രീകരിക്കുന്ന ഒരു കൂദാശയാണ്, മനുഷ്യനെ പൂർണ്ണനാക്കുന്ന ഒരു കൂദാശയാണ് വിവാഹം. കാരണം വധൂവരന്മാരോട് ഇതേ കാര്യം തന്നെ ആശംസിക്കാം. യേശു പറയുന്നത് ചെയ്യുക. മക്കളെ, ഡിക്സൺ, ജിനി, നിങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഉണ്ടായിരിക്കട്ടെ. യേശുവിനെയും ശിഷ്യന്മാരെയും ഇന്നത്തെ ഈ വിവാഹവേളയിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നിങ്ങൾ ക്ഷണിച്ചിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അനുഭവങ്ങളിലും പ്രവൃത്തികളിലും ജോലികളിലും സാഹചര്യങ്ങളിലും യേശുവിനെ നിങ്ങൾ ക്ഷണിച്ചിരിക്കണം. നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. ജീവിതത്തിൻ്റെ നിങ്ങളുടെ സമർപ്പണം പൂർണ്ണമാകട്ടെ. നിങ്ങളുടെ സമർപ്പണം ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നും നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ മാത്രം ഭവിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വൈദികരും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ പ്രാർത്ഥിക്കും. Thank you.
ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം ചുരുക്കും. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മന്ത്രകോടിയും ചുരുക്കും. കൃപാവരത്തിൻ്റെ അനശ്വര വസ്തുത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. എൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇപ്പോൾ ചൊല്ലിത്തരുന്ന വിവാഹത്തിൻ്റെ പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. കണ്ടുവരുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. രണ്ടുപേരും തലകുനിച്ചു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും തുടർന്ന വിശുദ്ധ കുർബാനയാണ്. യേശുനാമം അതിശയനാമം
വാഴ്ത്തും നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം, എല്ലാ മുഴങ്കാലും യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം, യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. സ്നേഹപിതാവേ കണ്ണുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ കണ്ണുകൾ തുറന്നു തരണേ, എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം, യേശുവിനെ കേൾക്കേണം, എനിക്കേശുവിനെ കേൾക്കേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കേൾക്കേണം. സ്നേഹപിതാവേ കാതുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ കാതുകൾ തുറന്നു തരണേ, എനിക്കേശുവിനെ കേൾക്കേണം. ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കുന്നത് സകല ശുചികളുടെയും പ്രാർത്ഥനകൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.
സർവം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതമാകുന്ന